പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. സംഭവത്തിൽ 10 പേർ കൂടി കസ്റ്റഡിയിൽ. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും ഉൾപ്പെടുന്നു. 62 പേരുടെ വിവരങ്ങൾ പെൺകുട്ടി നൽകിയെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞു. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം പീഡിപ്പിച്ചത്. 42 പേരുടെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നുവെന്ന് CWC ചെയർമാൻ പറഞ്ഞു. കേസിൽ 6 പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. പക്ഷേ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോൺ നമ്പർ, ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരൊക്കെ എന്നുള്ള നിലയ്ക്കും എവിടെ വെച്ചെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ആയിട്ട് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നതാണ് പോലീസിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് കടുത്ത നടപടികളിലേക്ക് തന്നെ നീങ്ങും. അതോടൊപ്പം കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും സൂചനയുണ്ട്. CWC ചെയർമാൻ പറഞ്ഞതുപോലെ ഈ സംഭവത്തിൽ വളരെയധികം അസാധാരണത്വവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇതുവരെ 15 പേരാണ് പിടിയിലായിരിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പത്തനംതിട്ട, ഇലവന്തിട്ട സ്റ്റേഷനുകളിലാണ് നിലവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റ് സ്റ്റേഷനുകളിലും നിയമ നടപടികൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. വ്യാപകമായി തന്നെ പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ അസാധാരണമായിട്ടുള്ള സംഭവമാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികളെ എത്രയും വേഗം തന്നെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. 42ഓളം പേരുടെ ഫോൺ വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 62 പേരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സഹിതം വിവരങ്ങൾ, എവിടെ വെച്ചാണ് പീഡനം നടന്നത്, ഏത് സമയത്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് CWCയോട് പെൺകുട്ടി മൊഴിയായി നൽകിയിരിക്കുന്നത്. CWC നൽകിയ പ്രത്യേക കൗൺസിലിംഗിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ, ഈ പീഡനം നടത്തിയ ആളുകളുടെ വിവരങ്ങൾ, ഏത് സമയത്തായിരുന്നു, എപ്പോഴായിരുന്നു, എവിടെ വെച്ചായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടി വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ പെൺകുട്ടിയുടെ ഡയറിയിൽ ഈ പീഡനം നടത്തിയ ആളുകളുടെ വിവരങ്ങളും മറ്റു രേഖപ്പെടുത്തലുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നത് കൊണ്ട് തന്നെ ആളുകളെ ഇനി കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് പോലീസിന് എളുപ്പം തന്നെ കടക്കാനാകും. ഇതിൽ പലരും ജില്ല വിട്ടു പോയിട്ടുണ്ട്, സംസ്ഥാനം വിട്ടിട്ടുണ്ട്, രാജ്യം വിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്ന ആളുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. 6 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരാള് നേരത്തെ പോക്സോ കേസിൽ പിടിയിലായി ജയിലിൽ കഴിയുന്ന ആളുമാണ്. അങ്ങനെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഒരാളുടെ അറസ്റ്റ് അനൌദ്യോഗികമായി തന്നെ രേഖപ്പെടുത്താൻ പോകുന്നു. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത. കായിക താരമായിരുന്നു പെൺകുട്ടി. ഈ പരിശീലനവുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം വിശദമായി തന്നെ CWCക്ക് മുമ്പാകെ പെൺകുട്ടി മൊഴിയായി നൽകിയിരുന്നു. തെളിവുകളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 42 ആളുകളുടെ ഫോൺ നമ്പർ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിൽ നിന്നുമായിരുന്നു ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത്. ഈ ഫോൺ നമ്പർ ചേർത്ത് വെച്ചുകൊണ്ട് പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് ഇവരുടെ പേരുകൾ സേവ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് അവർ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനും പോലീസിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് നടപടികൾ ഉണ്ടാകും. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ സംഭവമാണ്. 62ഓളം ആളുകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് 13 വയസ്സ് മുതൽ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, ഇലവന്തിട്ട സ്റ്റേഷനുകളിലാണ് ഈ 5 കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ FIRകൾ വിവിധ സ്റ്റേഷനുകളിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.